ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ്, അതായത് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസ് ഏതൊക്കെയാണ് പറയാനായിട്ടാണ് പോണത്. നമ്മൾ മുമ്പ് നൈട്രജൻ സൈക്കിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല വീഡിയോകളിലും. അപ്പോൾ അതിനകത്ത് നമ്മൾ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ ബാക്ടീരിയാസ് ആണെന്നുള്ളത് നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ആ പേരെടുത്ത് പറഞ്ഞ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ ബാക്ടീരിയാസ് ആണ് ഈ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നൈട്രജൻ സൈക്കിൾ എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. ഇതുപോലെ നമ്മളിപ്പോൾ ഇതൊരു ഫിഷ് ടാങ്ക് ആണെന്ന് വിചാരിക്കുക. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. നമ്മൾ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് ഒരു കണ്ടെയ്നറിൽ ഫ്രഷ് വെള്ളം നിറച്ച് നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ ഇതിലേക്ക് ഇട്ടതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെടുത്ത ഫൂട്ടേജ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനിതൊരു എക്സാമ്പിളായിട്ട് പറയാം. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നർ, ഇതിനകത്തേക്ക് നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ച് നിറച്ചിരിക്കുന്നു. ഇതിനകത്തേക്ക് നമ്മൾ മീനുകൾ ഇട്ടേക്കാണ്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് ഫ്രഷ് വെള്ളമാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ മീനുകൾ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ആ വേസ്റ്റിൽ എന്താണുള്ളത്? അമോണിയാണുള്ളത്. ഈ അമോണിയ ഇതിനകത്ത് കിടന്ന് സ്പൈക്ക് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മീനുകളുടെ ശരീരത്തിന് അത് കേടാണ്, മീനുകൾ ഡെഡായി പോകും. ഇത് പല അക്വേറിയങ്ങളിൽ സംഭവിക്കാറുണ്ട്. ഫ്രഷായിട്ട് വെള്ളം നിറച്ച് ഇതുപോലെ നമ്മൾ മീനുകളെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം മാറ്റാനൊക്കെ എന്താ പറയുക, ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകൾ ഡെഡായി പോകും. അപ്പോൾ ഇത്തരത്തിൽ അമോണിയ സ്പൈക്കായിട്ട് മീനുകൾ ഡെഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിനകത്ത് നടക്കുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഈ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ഫോം ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സല്ല. ഇത് എന്താ പറയുക, ആഴ്ചകൾ എടുക്കും അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കും ഒരു ഫുള്ളായിട്ടൊന്ന് അക്വേറിയത്തിനകത്ത് ഈ ഒരു വെള്ളം സെറ്റായി വരാനായിട്ട്, അല്ലെങ്കിൽ ഈ വെള്ളം ഒന്ന് കണ്ടീഷൻ ആവാനായിട്ട്. അപ്പോൾ ഈ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ മീനുകൾ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് അമോണിയ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഈ അമോണിയയെ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആക്കാനായിട്ട് കുറച്ച് ബാക്ടീരിയാസ് വരുന്നുണ്ട്. ആ ബാക്ടീരിയാസിൻ്റെ പേര് ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അമോണിയയെ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ബാക്ടീരിയകളാണ്, ബെനിഫിഷ്യൽ ബാക്ടീരിയകളാണ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകളാണ്. അങ്ങനെ നൈട്രൈറ്റ് ഫോമിലേക്ക് ആയതിനു ശേഷം വേറൊരു ഗ്രൂപ്പ് ബാക്ടീരിയകൾ ഈ നൈട്രൈറ്റിനെ നൈട്രേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. നൈട്രൈറ്റ് ഫോമിലായതിനു ശേഷം അക്വേറിയത്തിൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റ്സ് അത് വളമായിട്ട് യൂസ് ചെയ്യും. പ്ലാന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് ആ നൈട്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണം. ബാക്ടീരിയാസിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ അമോണിയ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നൈട്രോസോമണാസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. നമ്മൾ മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, നൈട്രോസോമണാസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് അമോണിയയെ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ നൈട്രൈറ്റ് ഫോമിലേക്ക് അമോണിയ മാറിയതിന് ശേഷം വേറൊരു ഗ്രൂപ്പ് ബാക്ടീരിയയാണ് നൈട്രോസ്പൈറ എന്ന് പറയുന്നത്, താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നൈട്രൈറ്റിനെ ഈ ഒരു നൈട്രോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ നൈട്രേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നൈട്രേറ്റ് ഫോമിലായതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്വേറിയത്തിലുള്ള പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ്സ്, ചെടികൾ അല്ലെങ്കിൽ ആൽഗെ ഈ ഒരു നൈട്രേറ്റിനെ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റും അവർക്ക്. അതായത് വലിച്ചെടുത്ത് വളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ചെടികളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കുകളിൽ, നേരത്തെ പറഞ്ഞതുപോലെ ടാങ്കിൽ ചെടികളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ചേഞ്ച് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഈ നൈട്രേറ്റിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് വീഡിയോകളിൽ, അമോണിയ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണിക്കേണ്ടത് 0 ppm ആണ്. അതേപോലെ തന്നെ നൈട്രൈറ്റിൻ്റെ അളവും നമ്മൾ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് വെള്ളം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടേണ്ടത് 0 ppm ആണ്. അതായത് ഒരു അംശം പോലും വരാൻ പാടില്ല എന്ന് ചുരുക്കം, അമോണിയയും നൈട്രൈറ്റും. അതേസമയം ഏറ്റവും അവസാനം ഫോമിലേക്ക് ആയിട്ടുള്ള നൈട്രേറ്റ് വെള്ളത്തെ ഒരു 40 ppm വരെ മാക്സിമം വരാം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ടോക്സിക്കാണ് മീനുകൾക്ക്. പക്ഷേ 40 ppm വരെ ആവാം. ഒരു 20 ppm വരെയൊക്കെയാണ് സാധാരണ നോർമലായിട്ട് പറയുന്നത്. പക്ഷേ മാക്സിമം ഇപ്പോൾ ഒരു 40 ppm വരെയൊക്കെ ആവാം നൈട്രേറ്റ്. അപ്പോൾ അതുവരെ നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ തന്നെ നമുക്ക് വാട്ടർ ചേഞ്ച് കൊടുത്ത് നൈട്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമോണിയയും നൈട്രേറ്റും സൂപ്പർ ടോക്സിക്കാണ് മീനുകൾക്ക്. അതേസമയം നൈട്രേറ്റ് അത്ര ടോക്സിക് അല്ല. ഈ നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സ് ഫിഷ് ടാങ്കിൽ ഫോം ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾ എടുത്തുനിന്ന് വരും. ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് വരാനായിട്ട്. ഈ ബാക്ടീരിയകൾ കോളനി കൂട്ടുന്നത് അല്ലെങ്കിൽ കൂട് കൂട്ടുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അവർ മൾട്ടിപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർ നമ്മൾ വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ഫിഷ് ടാങ്കിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങൾ, അതായത് നമ്മുടെ സ്പോഞ്ച് ഫിൽറ്ററുകളില്ലേ, അതിനകത്ത് അവർ കൂട് കൂട്ടും. അതുപോലെ തന്നെ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ഫിൽറ്ററുകൾ യൂസ് ചെയ്യും, അതിനകത്ത് സ്പോഞ്ച് ഉണ്ടായിരിക്കും അതിനകത്ത്. അതുപോലെ തന്നെ നമ്മൾ അക്വേറിയങ്ങളിൽ യൂസ് ചെയ്യുന്ന ഗ്രാവലുകൾ, ഇതിൻ്റെ ഇടയിൽ പിന്നെ ഡെക്കറേഷൻസ്, റോക്സ്, അത് കല്ലുകളുടെ ഇടയിലൊക്കെയാണ് ഇവർ കോളനികൾ കൂട്ടുന്നത്. അപ്പോൾ ഈ ഒരു നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ഫിഷ് ടാങ്കിനകത്ത് ഫോം ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് അങ്ങനെ അത്ര പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ അമോണിയ ഇതുപോലെ നൈട്രേറ്റ് ഫോമിലേക്കായിട്ടും കൺവേർട്ട് ആവും. അപ്പോൾ പിന്നെ മീനുകൾക്ക് അത്ര ടോക്സിക് അല്ല.
അതേസമയം ഈ ഒരു പ്രോസസ്സ് തുടങ്ങാത്ത ഒരു അക്വേറിയത്തിലാണെങ്കിൽ ഇതേപോലെ നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് മീനുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് ഓക്കെ ആയിട്ട് നിൽക്കും എന്നുള്ളത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ അമോണിയ സ്പൈക്കായിട്ട് അവർ ഡെഡായി പോകും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഈ നല്ല ബാക്ടീരിയാസ് വെള്ളത്തിനകത്ത് ഫോം ചെയ്ത് വരാനായിട്ട് സമയമെടുക്കും. ഈ ബാക്ടീരിയാസ് നാച്ചുറലായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, തന്നെ ഫിഷ് ടാങ്കുകളിൽ ഫോം ചെയ്ത് വരും കുറച്ച് നാൾ നമ്മൾ മീനിനെ വളർത്തി തുടങ്ങുമ്പോൾ. പക്ഷേ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. ആ സമയം എടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ഉണ്ടായി വരാനായിട്ട് എടുക്കുന്ന ആ സമയത്തിനുള്ളിലായിരിക്കും ചിലപ്പോൾ അമോണിയ സ്പൈക്കായിട്ട് മീനുകൾ ഡെഡായി പോകുന്നത്. ഈ പ്രോസസ്സ് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി മീൻ കിടക്കുന്ന ടാങ്കുകളിൽ ഈ പ്രോസസ്സ് ഓൾറെഡി ഉള്ള ടാങ്കുകളിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് പുതിയ ടാങ്കിലേക്ക് ഒഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് പെട്ടെന്ന് നടന്നോളും. പിന്നെ ഈ ബാക്ടീരിയകൾ നല്ല രീതിയിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നല്ല രീതിയിലുള്ള ഓക്സിജനേഷൻ വേണം. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ pH 6-7 റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 20 to 30 വരെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചും ഈ ഒരു ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇതാണ് ഫിഷ് ടാങ്കുകളിൽ നടക്കുന്ന നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ടാങ്ക് സൈക്ലിംഗ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സംഭവത്തെ തന്നെയാണ്. ചില എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടുകയാണ് നമ്മൾ ഒരിക്കലും ഫിഷ് ടാങ്ക് ഓവറായിട്ട് ക്ലീൻ ചെയ്യരുത് എന്നുള്ളത്. കാരണം ഈ ബാക്ടീരിയാസ് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.